ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്താണെന്നാണ്. അപ്പോൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. പേജ് നമ്പർ 62. Network security refers to the steps and policies adopted by the network administrator to protect the network and the network accessible resource from unauthorized access. അപ്പം അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്ന് നമ്മുടെ നെറ്റ്വർക്കിനെ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ആക്സസിബിൾ റിസോഴ്സസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ അഡോപ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്സ് അല്ലെങ്കിൽ പോളിസീനെയാണ് നമ്മൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഉള്ളി ലീഗൽ ആൻഡ് ഓതറൈസ്ഡ് യൂസേഴ്സ് ആർ ഗിവൺ ആക്സസ് ടു ദി നെറ്റ്വർക്ക്. അപ്പം ലീഗലായിട്ട് അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന് മാത്രമേ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെറ്റ്വർക്ക് സെക്യൂരിറ്റി സ്റ്റാർട്ട് ഫ്രം ഓതൻറ്റിക്കേറ്റിംഗ് ദ യൂസർ കോമൺലി വിത്ത് എ യൂസർ നെയിം ആൻഡ് എ പാസ്വേഡ്. അപ്പം നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഒരു യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് നമ്മുടെ നെറ്റ്വർക്ക് സിസ്റ്റത്തിനെ തന്നെ ഓതൻറ്റിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വൺസ് ഓതൻറ്റിക്കേറ്റഡ് എ ഫയർവാൾസ് എൻഫോഴ്സസ് ആക്സസ് പ്രിവിലേജ് പോളിസീസ് വിച്ച് ഡിറ്റർമൈൻ ദ ആക്സസ് റൈറ്റ്സ് ഓഫ് നെറ്റ്വർക്ക് യൂസേഴ്സ്. ഒരു പ്രാവശ്യം ഓതൻറ്റിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫയർവാൾ ആക്സസ് പോളിസീസ് റൈറ്റായിട്ടുള്ള നെറ്റ്വർക്ക് യൂസേഴ്സിന് ആക്സസ് പോളിസീസും ആക്സസ് റൈറ്റ്സൊക്കെ കൊടുക്കും. ഇനി നെറ്റ്വർക്ക് സെക്യൂരിറ്റി മെത്തേഡ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വണ് ഓതറൈസിങ് ആണ്. ഓതറൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ യൂസേഴ്സ് ടു ഗെയിൻ ആക്സസ് ടു നെറ്റ്വർക്ക് റിസോഴ്സസ്. അപ്പം നെറ്റ്വർക്ക് യൂസേഴ്സിന് നെറ്റ്വർക്ക് റിസോഴ്സസ് ആക്സസ് ചെയ്യുന്നതിനാണ് ഓതറൈസിങ് എന്ന് പറയുന്നത്. ഇനി ഓതൻറ്റിക്കേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഓതറൈസ്ഡ് യൂസേഴ്സ് ടു യൂസ് അപ്രൂവ്ഡ് ഡിവൈസസ്. അപ്പം ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡിവൈസുകൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഓതൻറ്റിക്കേറ്റിംഗ് എന്ന് പറയുന്നത്. ഓതൻറ്റിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് വെരിഫൈയിങ് ദാറ്റ് ഇൻഫർമേഷൻ ഈസ് കമ്മിങ് ഫ്രം ട്രസ്റ്റഡ് സോഴ്സ്. അപ്പം ഓതൻറ്റിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഫർമേഷൻ ഒരു ട്രസ്റ്റഡ് സോഴ്സസിൽ നിന്നാണ് വരുന്നതെന്ന് വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ നെറ്റ്വർക്കിന് ഒരു പ്രോപ്പർ സെക്യൂരിറ്റി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ആദ്യമേ ഓതറൈസ് ചെയ്യണം, ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. പിന്നെ എസ്റ്റാബ്ലിഷ് ഡിജിറ്റൽ സിഗ്നേച്ചർ വിച്ച് ഈസ് ദ വേ ടു എൻഷുവർ ദാറ്റ് ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റ് ഈസ് ഓതൻറ്റിക്കേറ്റഡ്. അപ്പം ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുമ്പം ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റുകളായ ഇമെയിൽ, ടെക്സ്റ്റ് ഫയൽ, സ്പ്രെഡ്ഷീറ്റ് അതൊക്കെ ഓതൻറ്റിക് ആണെന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു സംവിധാനമാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻസ്റ്റാൾ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഇൻ ഓൾ സെർവേഴ്സ് ആൻഡ് വർക്ക് സ്റ്റേഷൻസ്. അതുപോലെ തന്നെ നമ്മുടെ സെർവേഴ്സിനും വർക്ക് സ്റ്റേഷനും ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുവാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റിയുടെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇൻസ്റ്റാൾ എ സ്ട്രോങ് ഫയർവാൾ. അപ്പം ഇൻസ്റ്റാൾ എ സ്ട്രോങ് ഫയർവാൾ എന്ന് പറയുമ്പം നമ്മുടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയർ റിസോഴ്സസിനെ അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഈ ഫയർവാൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു അക്കൗണ്ടിന് സ്ട്രോങ് ആയിട്ടുള്ള ലോക്കൗട്ട് പോളിസീസൊക്കെ സെറ്റ് ചെയ്യുന്നത് നെറ്റ്വർക്ക് സെക്യൂരിറ്റിയുടെ അടുത്ത മെത്തേഡാണ്. പിന്നെ സെർവറിലുള്ള ഡേറ്റാസിനെ അപ്പം തന്നെ ബാക്കപ്പ് ആകുവാനും അതുപോലെ തന്നെ റീസ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി മെത്തേഡ്സിൻ്റെ നെറ്റ്വർക്ക് സെക്യൂരിറ്റിയുടെ വേറൊരു മെത്തേഡാണ്. ഇപ്പം നമ്മൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റിയുടെ 3-4 മെത്തേഡ്സ് പഠിച്ചു. ഓതറൈസിങ്ങും ഓതൻറ്റിക്കേറ്റിങ്ങും സെക്യൂരിറ്റി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും ഡിജിറ്റൽ സിഗ്നേച്ചർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു ഫയർവാൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതുപോലെ തന്നെ അക്കൗണ്ട് ലോക്ക്ഡൗൺ പോളിസി കൊണ്ടുവരുന്നതും പിന്നെ നമ്മുടെ സെർവറിൻ്റെ ഡേറ്റാസിനെ എപ്പോഴും ബാക്കപ്പും റീസ്റ്റോറും ചെയ്യുന്നതൊക്കെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി മെത്തേഡുകളാണ്. പിന്നെ അടുത്ത 2 നെറ്റ്വർക്ക് സെക്യൂരിറ്റി മെത്തേഡ്സാണ് പെർഫോം നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഓഡിറ്റ് ഫോർ ഫിക്സഡ് സെക്യൂരിറ്റി ഇഷ്യൂസ്. ഇപ്പം ഫിക്സിങ് സെക്യൂരിറ്റി ഇഷ്യൂസിനെയൊക്കെ കളയാൻ വേണ്ടി നമ്മൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തുന്നത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി മെത്തേഡ് തന്നെയാണ്.
പിന്നെ മോണിറ്റർ ദ യൂസേഴ്സ് ആക്ടിവിറ്റീസ് ഓൺ ദ ഇൻ്റർനെറ്റ് ആൻഡ് ബ്ലോക്ക് ദി അൺവാണ്ടഡ് വെബ്സൈറ്റ് ആൻഡ് വെബ് ആപ്ലിക്കേഷൻ വിച്ച് ഹാവ് സെക്യൂരിറ്റി റിസ്ക്. അപ്പോൾ ഹൈ റിസ്ക് ഉള്ള അൺവാണ്ടഡ് വെബ്സൈറ്റും അതുപോലെ തന്നെ വെബ് ആപ്ലിക്കേഷനും നമ്മൾ ബ്ലോക്ക് ചെയ്യുക, ഇൻ്റർനെറ്റിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് അടുത്ത നെറ്റ്വർക്ക് സെക്യൂരിറ്റി മെത്തേഡ്സ് ആണ്. ഇനി നമുക്ക് ഫയർവാൾ എന്താണെന്ന് നോക്കാം. പേജ് നമ്പർ 63. എ ഫയർവാൾ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഹാർഡ്വെയർ ആൻഡ് ഓർ സോഫ്റ്റ്വെയർ പ്ലേസ്ഡ് ബിറ്റ്വീൻ ആൻ ഓർഗനൈസേഷൻസ് ഇൻറ്റേർണൽ നെറ്റ്വർക്ക് ആൻഡ് എക്സ്റ്റേണൽ നെറ്റ്വർക്ക്. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ എക്സ്റ്റേണൽ നെറ്റ്വർക്കിൽ പ്ലേസ് ചെയ്തേക്കുന്ന ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ ഫയർവാൾ യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ സിസ്റ്റത്തിനെ അൺഓതറൈസ്ഡ് ആക്സസ് ചെയ്യുന്ന സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഫയർവാൾ യൂസ് ചെയ്യുന്നത്. എ ഫയർവാൾ ഡിറ്റർമൈൻസ് വിച്ച് ഇൻസൈഡ് സർവീസസ് മേ ബി ആക്സസ്ഡ് ഫ്രം ഔട്ട്സൈഡ്. അപ്പോൾ ഫയർവാളാണ് തീരുമാനിക്കുന്നത് ഏത് ഇൻസൈഡ് സർവീസസ് ആണ് ഔട്ട്സൈഡിൽ നിന്ന് ആക്സസ് ചെയ്യേണ്ടത്. ആൻഡ് വിച്ച് മേ ആക്സസ്ഡ് ഫ്രം ഇൻസൈഡ്, ഏതാണ് ഇൻസൈഡിൽ നിന്ന് ആക്സസ് ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്ന ഫയർവാളാണ്. എ ഫയർവാൾ ഈസ് നോർമലി പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ നെറ്റ്വർക്ക് ഗേറ്റ് വേ ആൻഡ് സെർവർ. അപ്പം സാധാരണ ഫയർവാൾ ഒരു നെറ്റ്വർക്ക് ഗേറ്റ് വേ അല്ലെങ്കിൽ സെർവറിൻ്റെ ഇടയ്ക്കായിരിക്കും പ്ലേസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ദർ ആർ 2 types ഓഫ് ഫയർവാൾസ്. രണ്ട് ടൈപ്സ് ഓഫ് ഫയർവാൾസ് ഉണ്ട്. ഒന്ന് ഇൻസൈഡ് ഫയർവാളും രണ്ടാമത്തേത് ഔട്ട്സൈഡ് ഫയർവാൾ. അപ്പോൾ ഇൻസൈഡ് ഫയർവാളിനെ നമ്മൾ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഫയർവാൾ എന്ന് പറയുന്നു. പ്രൊട്ടക്ട്സ് ദ നെറ്റ്വർക്ക് ആൻഡ് മെഷീൻസ് ഓഫ് ദ ഇൻട്രാനെറ്റ് ഓഫ് ദ കമ്പനി. അപ്പം ഇൻസൈഡ് ഫയർവാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ ഫയർവാളാണ്. ഇൻസൈഡ് ഫയർവാളിനെ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഫയർവാൾ എന്ന് വിളിക്കാം. ഇൻറ്റേർണൽ ഫയർവാൾ പ്രൊട്ടക്ട്സ് ദ നെറ്റ്വർക്ക് ആൻഡ് മെഷീൻസ് ഓഫ് ദി ഇൻട്രാനെറ്റ് ഓഫ് ദ കമ്പനി. അപ്പം നമ്മുടെ കമ്പനിയുടെ മെഷീൻസിനെ അല്ലെങ്കിൽ നെറ്റ്വർക്കിനെയൊക്കെ അകത്തുള്ള ഒരു കമ്പനിയുടെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ മെഷീൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇൻറ്റേർണൽ ഫയർവാൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്സൈഡ് ഫയർവാൾ എന്ന് പറയുമ്പോൾ പ്രൊട്ടക്ട്സ് ആക്സസ് ബിറ്റ്വീൻ ദ കമ്പനീസ് നെറ്റ്വർക്ക് വിത്ത് ദാറ്റ് ഓഫ് അതർ നെറ്റ്വർക്ക്സ്. അപ്പം നമ്മുടെ കമ്പനിയുടെ നെറ്റ്വർക്ക്സിനെ അതർ നെറ്റ്വർക്ക്സിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഔട്ട്സൈഡ് ഫയർവാൾ യൂസ് ചെയ്യുന്നത്. ഇനി ഫങ്ഷൻസ് ഓഫ് ഫയർവാൾസ് നോക്കാം. പേജ് നമ്പർ 64. വിത്തൗട്ട് എ ഫയർവാൾ എ കമ്പനീസ് സിസ്റ്റംസ് ആർ എക്സ്പോസ്ഡ് ടു ഇൻസെക്യൂർ സർവീസസ് ആൻഡ് ടു പ്രോബ്സ് ആൻഡ് അറ്റാക്സ് ഫ്രം ഹോസ്റ്റ് എൽസ്വെയർ ഓൺ ദി നെറ്റ്വർക്ക്. ഇപ്പോൾ നമുക്കൊരു ഫയർവാൾ ഇല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ സിസ്റ്റം ഇൻസെക്യൂർ ആണ്. അതുപോലെ തന്നെ ഹോസ്റ്റിന് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ എവിടെ നിന്ന് വേണമെങ്കിലും നമ്മുടെ സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അപ്പം ദ മേജർ ബെനിഫിറ്റ്സ് ഓഫ് എന്യൂമറേറ്റഡ്. അപ്പം നമ്മൾ ഒരു ഫയർവാൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്നതിന് കുറേ ബെനിഫിറ്റുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡിനൈ അൺഓതറൈസ്ഡ് സോഴ്സസ് ഫ്രം കണക്റ്റിംഗ് ടു ദി നെറ്റ്വർക്ക്. ഇപ്പം നമ്മുടെ നെറ്റ്വർക്കിനെ അൺഓതറൈസ്ഡ് സോഴ്സസിൽ നിന്ന് ഡിനൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഡിനൈ കണക്ഷൻസ് ഫ്രം ഇൻസൈഡ് ദ നെറ്റ്വർക്ക് ടു അൺഓതറൈസ്ഡ് സോഴ്സസ് ഓർ സർവീസ് ഔട്ട്സൈഡ്. അപ്പം ഔട്ട്സൈഡിലുള്ള അൺഓതറൈസ്ഡ് സോഴ്സിൽ നിന്ന് ഇൻസൈഡുള്ള നെറ്റ്വർക്ക് കണക്ഷനെ ഡിനൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ എ ലോഗ് ഓഫ് യൂസേജ് സ്റ്റാറ്റിസ്റ്റിക്സ്. ആരൊക്കെയാണ് ഏതൊക്കെ സർവീസുകളാണ് യൂസ് ചെയ്യുന്നതെന്നൊരു യൂസേജ് സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ഫയർവാളിന് സാധിക്കും. ഹൈഡ് ഇൻറ്റേർണൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഇൻ ദ കേസ് ഓഫ് എമർജൻസി. അപ്പം എമർജൻസിയുടെ വരുന്ന സാഹചര്യത്തിൽ ഇൻറ്റേർണൽ പ്രൈവറ്റ് നെറ്റ്വർക്കിനെ ഹൈഡ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് ഫയർവാളിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വയേർഡ് ആൻഡ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്ന് പറയുന്നത് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്മിഷൻ ചാനൽ ഓർ ടൂൾ യൂസ്ഡ് ടു സ്റ്റോർ ആൻഡ് ഡെലിവർ ഇൻഫർമേഷൻ ഓർ ഡാറ്റ. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്മിഷൻ ചാനൽ അല്ലെങ്കിൽ ടൂളാണ്. ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യാനും ഡെലിവർ ചെയ്യാനുമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ചാനലിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാരി സിഗ്നൽസ് ഓവർ കമ്മ്യൂണിക്കേഷൻ പാത്ത് ബിറ്റ്വീൻ 2 or more കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. അപ്പം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ തമ്മിലുള്ള സിഗ്നൽസിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയാണ് കമ്മ്യൂണിക്കേഷൻ മീഡിയ യൂസ് ചെയ്യുന്നത്.
ബേസിക്കലി 2 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മീഡിയ. ബേസിക്കലി 2 തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയ ഉണ്ട്. വയേർഡ് എന്ന് പറയുമ്പം ടെലിഫോൺ വയർ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ മീഡിയ, അല്ലെങ്കിൽ വയർലെസ് എന്ന് പറയുമ്പം വൈഫൈ, വൈമാക്സ് അങ്ങനെയുള്ള നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യുന്നുള്ള കമ്മ്യൂണിക്കേഷൻ മീഡിയാസ്. അപ്പം വയേർഡ് കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്താണെന്ന് നമുക്ക് നോക്കാം. വയേർഡ് കമ്മ്യൂണിക്കേഷൻ മീഡിയ റെഫേഴ്സ് ടു ദ ഫിസിക്കൽ കേബിളിംഗ് ഇൻ എ നെറ്റ്വർക്ക്. അപ്പോൾ വയേർഡ് കമ്മ്യൂണിക്കേഷൻ മീഡിയയിൽ ഒരു ഫിസിക്കൽ കേബിളിംഗ് കാണും. ഇറ്റ് ഈസ് ദ ട്രാൻസ്മിഷൻ ഓഫ് ഡേറ്റ യൂസിങ് വയേഴ്സ് ഓർ കേബിൾസ്. അപ്പം ഡേറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വയറുകൾ അല്ലെങ്കിൽ കേബിൾ യൂസ് ചെയ്താണ്. കോമൺ വയേർഡ് മീഡിയ ആർ ട്വിസ്റ്റഡ് പെയർ കേബിൾ, കൊയാക്സിയൽ കേബിൾ ആൻഡ് ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ. അപ്പം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വയേർഡ് മീഡിയയാണ് ഈ ട്വിസ്റ്റഡ് പെയറും കൊയാക്സിയാലും അതുപോലെ തന്നെ ഫൈബർ ഒപ്റ്റിക് കേബിളും. പേജ് നമ്പർ 64 ആണ് വയേർഡ് കമ്മ്യൂണിക്കേഷൻ മീഡിയ. അപ്പം ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ട്വിസ്റ്റഡ് പെയർ കേബിൾ കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് ഇൻസുലേറ്റഡ് വയേഴ്സ് ട്വിസ്റ്റഡ് ടുഗെദർ. അപ്പം ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയുമ്പോൾ ഇൻസുലേറ്റഡ് വയർ എല്ലാം കൂടെ ട്വിസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു മെത്തേഡാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കേബിൾ ടൈപ്പ് യൂസ്ഡ് ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ ഫോർ വെരി ലോങ് ടൈം. അപ്പോൾ നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് സാധാരണ നമ്മൾ ട്വിസ്റ്റഡ് പെയർ കേബിൾ യൂസ് ചെയ്യുന്നത്, ലോങ് ടൈമിൽ യൂസ് ചെയ്യുന്നത്. നൗ ഡേയ്സ് ദേ ആർ റെയർലി യൂസ്ഡ്. പക്ഷേ ഇപ്പോഴെന്താ ഈ ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ടെലിഫോൺ ലൈൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. അപ്പം നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്ന ടെലിഫോൺ ലൈനൊക്കെ ട്വിസ്റ്റഡ് പെയർ കേബിളിൻ്റെ എക്സാമ്പിളാണ്. ഇത് ട്വിസ്റ്റഡ് പെയർ കോൺഫിഗറേഷൻ റെഡ്യൂസസ് ദ ഇൻ്റർഫിയർ ഫ്രം ഇലക്ട്രിക്കൽ ഫീൽഡ്സ്. ദിസ് ടൈപ്പ് ഓഫ് വയേർഡ് മീഡിയ ഈസ് റിലേറ്റീവ്ലി സ്ലോ, ക്യാരിങ് ഡാറ്റ അറ്റ് ദ റേറ്റ് ഓഫ് 1 to 128 Mbps. അപ്പം ഈ തരത്തിലുള്ള വയേർഡ് മീഡിയ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി സ്ലോ ആണ്. അതുപോലെ തന്നെ ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത് 1 to 128 Mbps ഒക്കെയാണ് ക്യാരി ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ട്വിസ്റ്റഡ് പെയർ കേബിൾ യൂസ് ചെയ്യാറില്ല എന്ന് തന്നെ പറയണം. ഇനി അടുത്ത ടൈപ്പ് ഓഫ് വയേർഡ് കമ്മ്യൂണിക്കേഷൻ മീഡിയ ആണ് കൊയാക്സിയൽ കേബിൾ. അപ്പോൾ ഈ കൊയാക്സിയൽ കേബിൾ സാധാരണ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ കേബിൾ TV സർവീസിലാണ് കൊയാക്സിയൽ കേബിൾ യൂസ് ചെയ്യുന്നത്. ഇതിന് 4 കമ്പോണൻസ് ഉണ്ട്. ഒരു കോപ്പർ വയർ, അത് പ്രൈമറി ചാനലാണ്. പിന്നെ അതിന് ഒരു പ്ലാസ്റ്റിക് ഇൻസുലേറ്റർ ഈ കോപ്പറിൻ്റെ വിച്ച് സറൗണ്ട്സ്. അപ്പം ഇലക്ട്രീവ് പ്ലാസ്റ്റിക് ഇൻസുലേറ്റർ വിച്ച് സറൗണ്ട് ദ കോപ്പർ. അതിൻ്റെ ചുറ്റും കോപ്പറുണ്ട്. എ ബ്രേഡഡ് കോപ്പർ അലുമിനിയം കവേർഡിങ് ബിനീത്ത് ദി ഇൻസുലേറ്റർ ദ ലാസ്റ്റ് ലെയർ. അപ്പം അതിൻ്റെ മുകളിൽ കൂടെ കവർ ചെയ്തേക്കുന്നത് ബ്രേഡഡ് കോപ്പറാണ്. വിച്ച് ഈസ് മെയ്ഡ് ഓഫ് ടെഫ്ലോൺ ഓർ പ്ലാസ്റ്റിക് കോട്ടിംഗ് വിച്ച് ഈസ് പ്രൊട്ടക്റ്റീവ് ഇന്നർ ലെയേഴ്സ് ഫ്രം ഫിസിക്കൽ ഡാമേജ്. അപ്പോൾ നമ്മുടെ ലെയേഴ്സിനെ ഫിസിക്കൽ ഡാമേജസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇന്നർ ലെയർ യൂസ് ചെയ്യുന്നത്. വാട്ടർ അല്ലെങ്കിൽ തന്നെ അതുപോലെ തന്നെ ഫയറിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ലാസ്റ്റത്തെ ലെയർ ഒക്കെ യൂസ് ചെയ്യുന്നത്. Coaxial cables tend to carry signals at a greater distance are a good choice for weak signals due to their layered protection. It is much better than twisted pair cables in resisting interfaces and speed. അപ്പോൾ coaxial cables എന്ന് പറയുമ്പോൾ ഒത്തിരി കവർ ചെയ്യാൻ പറ്റും, ഒത്തിരി സ്പീഡ് കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കൊയാക്സിയൽ കേബിളുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കേബിളാണ് ഫൈബർ ഒപ്റ്റിക് കേബിൾ എന്ന് പറയുന്നത്. Optical fibers or fiber optic permits transfer over longer distance and at a higher bandwidth than other forms of communication. അപ്പം ഈ കോയാക്സിയ കേബിളിനെക്കാട്ടിലും ട്വിസ്റ്റഡ് പെയർ കേബിളിനെക്കാട്ടിലും ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ നടത്താൻ ഈ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിനെ കൊണ്ട് പറ്റും. ഫൈബേഴ്സ് ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് മെറ്റൽ വയേഴ്സ്. അപ്പം നമ്മൾ മറ്റേതിനകത്തൊക്കെ യൂസ് ചെയ്യുന്നത് മെറ്റൽ വയേഴ്സ് ആണെങ്കിൽ ഇതിനകത്ത് ഫൈബറാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് സിഗ്നൽസ് ട്രാവൽ അലോങ് വിത്ത് ലെസ് ലോസ്. An optical fiber is made up of core and cladding and buffer coating. അപ്പം നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കോറുണ്ട്, ക്ലാഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബഫർ കോട്ടിംഗ് ഉണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡസൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് തിൻ സ്ട്രാൻഡ്സ്
or glands of plastic are transmit pulsating beam of light rather than electricity. അപ്പം നമ്മുടെ ഇതെന്ന് പറയുന്നത് ചെറിയ തിന്നായിട്ടിരിക്കുന്ന ഗ്ലാസ് ഓഫ് പ്ലാസ്റ്റിക് ആണ്. അപ്പം ലൈറ്റ് ബീമിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ എളുപ്പം സാധിക്കും. ദിസ് ക്യാൻ ട്രാൻസ്മിറ്റ് അപ് ടു 2 billion പൾസസ് പെർ സെക്കൻഡ്. അപ്പം 2 billion പൾസസ് പെർ സെക്കൻഡ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഒപ്റ്റിക്കൽ ഫയർ കേബിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഫയർവാളും അതുപോലെ തന്നെ വയേർഡ് കമ്മ്യൂണിക്കേഷൻ മീഡിയാസുമാണ്. ഇനി അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം ഈ ഫയർവാളൊക്കെ എപ്പോഴും എക്സാമിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്.